Hi friends, ഞാൻ ബിനുറാം. നിങ്ങൾക്കും ഒരു ഗ്രാഫിക് ഡിസൈനർ ആകാം. അതിനായി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വിന്നേഴ്സ് ഓഫ് മീഡിയ. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ്. ഈ കാലഘട്ടത്തിൽ പ്രസൻറ്റേഷനുകൾ, സെമിനാറുകൾ, കമ്പനികളുടെ ബിസിനസ് കാർഡുകൾ, നോട്ടീസുകൾ, യൂട്യൂബ് ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ്, സിനിമ പോസ്റ്റേഴ്സ്, ഈ മേഖലകളിലെല്ലാം തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ഇന്ന് സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. ഈ ചാനലിലൂടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാവുന്ന ഏതൊരു വ്യക്തിക്കും എങ്ങനെ നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ ആകാം എന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്. അതിനായി തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഫോട്ടോഷോപ്പ് ആദ്യമായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ, അതായത് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് അഡോബ് മാസ്റ്റർ കളക്ഷൻ, അതിൽ അഡോബ് ഫോട്ടോഷോപ്പ് CS6. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ആണ്. ഇത് ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഫേസ്ബുക്ക് കാർഡുകൾ, ബിസിനസ് കാർഡുകൾ, നോട്ടീസുകൾ, സിനിമ പോസ്റ്ററുകൾ, ഫോട്ടോ ആൽബങ്ങൾ, വെബ് ഡിസൈനിങ് ലേഔട്ടുകൾ, ഫിലിം ഇൻഡസ്ട്രിയിൽ VFX കോമ്പോസിറ്റുകൾ, ഇതെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് തന്നെ ഒരു അനന്തമാണ്. ഓക്കെ, അപ്പം നമ്മളിന്ന് ഫോട്ടോഷോപ്പിൻ്റെ സ്റ്റാർട്ടിങ് ബേസിക് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിനകത്തെ ഒരു 2-3 ടൂൾസുകൾ നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഫോട്ടോഷോപ്പ് വിൻഡോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുന്ന ഇത് ടൂൾസ് ആണ്. ഇതിനകത്ത് കുറേ ടൂൾസ് ഉണ്ട്. ഇതിൻ്റെ ടോപ്പിൽ മെനു ബാറാണ്. ഇതിനകത്ത് കുറേ മെനൂസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിന് താഴെയായിട്ട് പ്രോപ്പർട്ടി ബാറുകളുണ്ട്. അതായത് നമ്മൾ ഏത് ടൂൾ ഇവിടെ സെലക്ട് ചെയ്താലും അതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഏറ്റവും ടോപ്പിൽ തന്നെ മൂവ് ടൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനൊരു വർക്ക് സ്പേസ് അത്യാവശ്യമാണ്. ഇപ്പോൾ വിസിറ്റിംഗ് കാർഡ് ഒരു സൈസ് ആകണമെന്നില്ല ഒരു ഫ്ലെക്സിന്, അല്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ ഒരു സൈസ് അല്ല ഒരു വെബ് ഡിസൈനിങ് ലേഔട്ടിന്. ഇങ്ങനെ എല്ലാത്തിനും ഓരോരോ സൈസുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് കാർഡുകൾ തന്നെ കണ്ടാൽ ചിലപ്പോൾ ഒരു വിഡ്ത്ത് കൂടുതലുള്ളത്, ഹൈറ്റ് കുറവുള്ളത്, ഹൈറ്റ് കൂടുതലുള്ളത്, വിഡ്ത്ത് കുറവുള്ളത്, ഇതൊക്കെയുണ്ട്. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ആദ്യമേ ഒരു ഡോക്യുമെന്റ് സൈസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയല് ന്യൂ ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ Ctrl+N, അതിൻ്റെ വലത് സൈഡിൽ തന്നെ Ctrl+N എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം Ctrl+N കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് യൂസ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ന്യൂ കൊടുക്കുക. അപ്പോൾ ഒരു ബോക്സ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ ബോക്സിൻ്റെ ടോപ്പിലായിട്ട് നെയിം, പ്രീസെറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നെയിം നമുക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് എന്ന് പറഞ്ഞിട്ട് നോക്കാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പല ഓപ്ഷൻസുകളുണ്ട്. US പേപ്പർ, ഇന്റർനാഷണൽ പേപ്പർ, ഫോട്ടോസ് ഒക്കെ. ഇത് വരും ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം. ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നത് കസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ദെൻ അതിനൊരു വിഡ്ത്ത്, ഒരു ഹൈറ്റ്, ഒരു റെസൊല്യൂഷൻ, കളർ മോഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ എത്രയാണ് വിഡ്ത്ത്, എത്രയാണ് ഹൈറ്റ് എന്നുള്ളത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് യൂണിറ്റ്സുകളുണ്ട്. അതായത് പിക്സൽ, ഇഞ്ചസ്, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, പോയിന്റ്സ്, ഇങ്ങനെ പല യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരിചയമായിട്ടുള്ള ഇഞ്ചസ് അല്ലെങ്കിൽ സെന്റിമീറ്റർ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനകത്ത് ഞാനിപ്പോൾ ഒരു സെന്റിമീറ്റർ വാല്യൂ ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. സെന്റിമീറ്റർ ഒരു വിഡ്ത്ത് 30 സെന്റിമീറ്ററും ഹൈറ്റ് ഒരു 20 സെന്റിമീറ്ററും കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 300 ആണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. അതുപോലെ കളർ മോഡ് എന്ന് പറയുന്നത് നമ്മൾ RGB, CMYK, ഇങ്ങനെ കുറേ കളർ മോഡ്സുകളുണ്ട്. അതുപോലെ ഇതിനകത്ത് RGB ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് എന്ന് പറയുന്നത് വൈറ്റ് ആണ്, പോർഷൻ ആണ്, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ CMYK എന്ന് പറയുന്നത് ഓഫ്സെറ്റ് പ്രിന്റിംഗ് കളറാണ്. അപ്പോൾ ഓഫ്സെറ്റ്, അതായത് നോട്ടീസ്, ബിസിനസ് കാർഡുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ CMYK-യിലാണ് ചെയ്യുന്നത്. അതുപോലെ RGB എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വെബ് ഡിസൈനിങ് ലേഔട്ടുകൾ, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് RGB-യിൽ, അല്ലെങ്കിൽ ഫോട്ടോ ആൽബംസ്, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ RGB-യിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ RGB ബേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ആയി.
എത്ര നല്ലൊരു ഡിസൈൻ ചെയ്താലും ഇത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ഒരു ഇമേജിനെ നമ്മുടെ ഈ വിൻഡോയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? അതിന് നമ്മൾ ഫയല് ഓപ്പൺ, കൺട്രോൾ ഓ ഷോർട്ട് കട്ട്, അതിനകത്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്കുള്ള പാത്ത് കിട്ടും. നമുക്ക് ആവശ്യമുള്ള ഇമേജസ് എവിടെ നോക്കാം, ഇമേജസ് എടുക്കാം. ഇതിലേതൊരു ഒരു ഇമേജ് നമ്മൾ ഞാനിപ്പോൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യും, അതിനൊരു ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് ആ ഇമേജ് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വർക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഇപ്പോൾ എടുത്ത ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫയൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലെയർ ബേസിലാണ്, ലെയർ അറേഞ്ച്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡോക്യുമെന്റ് സൈസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഡോക്യുമെന്റ് സൈസ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ വലത് സൈഡിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ലോക്കാണ്. ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോക്ക് അൺലോക്ക് ആവും. അതിപ്പോൾ ലെയർ പോലെ വരും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു ഇമേജിനെ, അതായത് ഞാൻ ഓപ്പൺ ചെയ്ത ഈ ഒരു ഇമേജിനെ എൻ്റെ വർക്ക് സ്പേസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് സ്പേസിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നാണ് നോക്കേണ്ടത്. അതിന് നമ്മൾ ഈ ടൂൾ ബാറിൽ ആദ്യം ഫസ്റ്റ് ടൂള് മൂവ് ടൂൾ, അതാണ് ഈ ടൂൾ എടുക്കുക. അതിനുശേഷം ജസ്റ്റ് നമുക്ക് മൂവ് ചെയ്യേണ്ട ഇമേജിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് സ്പേസ് എവിടെയാണ് ഈ വർക്ക് സ്പേസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇതൊരു വലിയ ഒരു ഇമേജ് പോലെ കാണാം. ഓക്കെ, ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അതായത് നമ്മളിവിടെ ഫയല് കൊടുത്ത് ന്യൂ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് സൈസ് എന്ന് പറയുന്നത് 30 വിഡ്ത്തും 20 ഹൈറ്റും സെന്റിമീറ്ററിലുള്ള ഒരു ഡോക്യുമെന്റ് സൈസാണ്. അതിനേക്കാൾ വലുതാണ് നമ്മുടെ ഇമേജ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇമേജ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെയും ഇതിനെ നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ് സൈസിലേക്ക് കൊണ്ട് വരുന്നപ്പോൾ അത് വലുതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിന്റെ രീതിയിലേക്ക് ചെറുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ടൂള്. ഇതിന് അല്ലെങ്കിൽ ഷോർട്ട് കട്ടിൽ കൺട്രോൾ ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൺട്രോൾ ടി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൺട്രോൾ ടി കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒരു സെലക്ഷൻ ടൂള് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സെലക്ഷൻ പോവുകയും ചെയ്യും. ഇനി ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സെലക്ഷൻ കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കോർണറിൽ നമ്മളിങ്ങനെ വലിച്ചു കഴിയുമ്പോഴത്തേന് നമ്മുടെ പോയിന്റ്സിൽ ഇപ്പം കോർണർ ഒരു പോയിന്റ് ബേസ് ചെയ്തായിരിക്കും ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിത് ബൾജായി പോകാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഒരു ഫോട്ടോ ഒരിക്കലും ബൾജായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റിക്കൊക്കെ ഒരു കുറവ് വരും. അതുപോലെ തന്നെ ചളങ്ങിയിരിക്കുന്നതായിട്ടൊക്കെയുള്ളൊരു ഫീല് വരും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ 4 കോർണേഴ്സും നമുക്ക് ഒരുപോലെ വരണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി കൊടുക്കുക. കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഒരു കോർണറിൽ നിന്ന് നമുക്ക് ഇതിനെ ഇങ്ങനെ വലിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് ഇത് സ്കെയിൽ ചെയ്യാൻ അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കും. ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ ഇസഡ് അൺഡു ഓപ്ഷനാണ്. കീബോർഡിൽ കൺട്രോൾ ഇസഡ് കൊടുത്തു കഴിയുമ്പോൾ ബാക്കിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ ഫോട്ടോ എൻലാർജിങ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയാം. ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വലിയൊരു സൈസിലേക്കൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡോക്യുമെന്റ് സൈസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഏതാണോ സൈസ് ആ സൈസ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഫോട്ടോ അതിലേക്കിട്ട് ഇതുപോലെ ഫോട്ടോ എൻലാർജിങ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കൊരു ഇമേജിനെ ഇതുപോലെ സ്കെയിൽ ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും, അതായത് മൗസ് പോയിന്റ് വെളിയിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ നമുക്കൊരു റൊട്ടേഷൻ പോലെ കിട്ടും. ആ റൊട്ടേഷനിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ബേസ് ചെയ്താണ് ഇത് റൊട്ടേഷനും സ്കെയിലിങ്ങും ഒക്കെ ആവുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു പോയിന്റ് കറക്റ്റ് സെൻട്രലാണെങ്കിൽ നമുക്കിതിനെ കറക്റ്റായിട്ട് സ്കെയിൽ ചെയ്ത് എടുക്കാൻ പറ്റും. അതിനുശേഷം എൻ്റർ എടുക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ സെലക്ഷൻ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ അറിയാൻ പറ്റും. അതിൻ്റെ വലത് സൈഡിലായിട്ട് 2 ലെയർ ഉണ്ട്. ഒന്ന് ലെയർ 1, പിന്നെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് സൈസ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. അതിൻ്റെ ലെയർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് ആണ്.
ഈ ഇമേജിനെ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് റൈറ്റ് ബട്ടൺ, മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ 1 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഫസ്റ്റ് ടൂൾ ശരിക്കും മൂവ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഫോട്ടോയുടെ ഒരു പോർഷൻ, നമുക്കിപ്പം ഈ ഒരു ഫോട്ടോയിൽ നിന്ന് ഫുള്ളായിട്ടാണ് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഇതിനകത്തുനിന്ന് ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ടൂളായിട്ടുള്ള റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എന്ന് പറയും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 4 ടൂൾസ് അവൈലബിൾ ആണ്. അതിനകത്ത് ഫസ്റ്റ് റെക്ടാങ്കുലർ സെലക്ഷൻ ആണ്. ഈ സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനെ ഒരു റെക്ടാങ്കിൾ, ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇത്രയും പോർഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത്രയും സെലക്ട് ചെയ്യുക, ദെൻ മൂവ് ടൂൾ. ഓക്കെ, ആദ്യം സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സെലക്ഷൻ ടൂൾ എടുക്കേണ്ടത്. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ ചെയ്തതുപോലെ തന്നെ മൂവ് ടൂൾ യൂസ് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ മൂവ് ചെയ്ത് നമ്മുടെ വർക്ക് സ്പേസ് എവിടെയാണോ ആ വർക്ക് സ്പേസിൽ വരിക. അതിനുശേഷം വർക്ക് സ്പേസിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ മൗസിൽ നിന്ന് നമ്മുടെ കൈ എടുക്കാൻ പാടുള്ളൂ. ജസ്റ്റ് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു പോർഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആ സെലക്ട് ചെയ്ത അതേ പോർഷൻ. അപ്പോൾ ഒരു ലെയർ നമുക്ക് ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെയർ 2 സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നോക്കാം. ഒരു ചെറിയ ഫുഡ് പോർഷൻ എടുത്തു, ഇവിടെ നിന്ന് ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുന്നു, മൂവ് ടൂൾ എടുക്കുന്നു, ദെൻ ഓക്കെ, ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആകുന്നില്ല, നമുക്കത് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ റെക്ടാങ്കുലർ സെലക്ഷൻ ഇപ്പം ഇവിടെ ഉണ്ട്. ഇതിനെ നമുക്ക് ഡീസെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് കൊടുത്തിട്ട് ഡീസെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സെലക്ഷൻ പോകും. ഇനി റെക്ടാങ്കുലർ ചെയ്തതുപോലെ തന്നെ എലിപ്റ്റിക്കൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്കൊരു സെലക്ഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൂവ് ടൂൾ യൂസ് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, നമ്മുടെ വർക്ക് സ്പേസിൽ കൊണ്ടുവെക്കുക. ഇനി ബാക്കിൽ ഏത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ലെയർ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. അപ്പം ഈ ലെയർ അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ടാണ് നമുക്കിവിടെ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓരോന്നും പൊസിഷൻ, അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ഇതിനെ ഒന്ന് നമുക്ക് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+T കീബോർഡിൽ പ്രസ് ചെയ്യുക. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റ് ട്രാൻസ്ഫോം കൊടുത്ത് ഫ്രീ ട്രാൻസ്ഫോം കൊടുക്കുക. അപ്പോൾ ഒരു സെലക്ഷൻ അവിടെ ഉണ്ടാവും. Alt+Shift കീബോർഡിൽ പ്രസ് ചെയ്ത് അതിനെ നമുക്കൊന്ന് എല്ലാം ചെയ്ത് വെക്കാം. ദെൻ എൻ്റർ അടിക്കുക, നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ ഒരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂൾ ബാറിൽ T എന്ന് പറയുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ നമുക്ക് ഒരു ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ഫോണ്ട് സൈസൊക്കെ ഇച്ചിരി കൂട്ടി നമ്മൾ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ കൂടെ തന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ടൈപ്പിങ്ങിനെ കുറിച്ചും ഫോണ്ട് സൈസിനെ കുറിച്ചും ഫോണ്ട് ഫാമിലി കളറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനിയും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ബൈ.